നട്ടാൽ കുടുംബം നശിക്കുന്ന മരം ഏതാകുന്നു? നാരകം, പുളി, നെല്ലിക്ക, ചാമ്പയ്ക്ക. ഉത്തരം നാരകം. പോഷകങ്ങൾ കൂടിയ ചീര ഏതാകുന്നു? വെള്ളച്ചീര, ചുവന്ന ചീര, പച്ചച്ചീര, പാലക് ചീര. ഉത്തരം ചുവന്ന ചീര. അൾസറിനെ ചെറുക്കാൻ കഴിവുള്ള ജ്യൂസ് ഏതാകുന്നു? പപ്പായ, ക്യാരറ്റ്, കക്കരി, മാമ്പഴം. ഉത്തരം ക്യാരറ്റ് ജ്യൂസ്. വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അവയവം ഏത്? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്. ഉത്തരം ചെവി. കുളിക്കുമ്പോൾ ആദ്യമായി വെള്ളം ഒഴിച്ചാൽ സ്ട്രോക്ക് വരാൻ സാധ്യത ഉള്ള ഭാഗമേത്? തല, മൂക്ക്, കൈ, പുറം. ഉത്തരം തല. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? നട്ടെല്ല്, തുടയെല്ല്, വാരിയെല്ല്, കാൽമുട്ട്. ഉത്തരം തുടയെല്ല്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ 2 യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. അതിൽ ഒന്ന്, ഫസ്റ്റ് വൺ, നമ്മൾ ഈ നഖം വെട്ടുന്ന ടൈമിലാവും കട്ടറൊക്കെ തീരെ മൂർച്ചയില്ലാതെ വരിക. എത്ര വെട്ടി കഴിഞ്ഞാലും ഒരു വൃത്തിയില്ലാതെ കരം ഇത് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ വാസ്ലീൻ എടുത്തിട്ട് കുറച്ചൊന്ന് ഈ വെട്ടുന്ന ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ലൂസാവുകയും സിമ്പിളാവുകയും ചെയ്യുന്നു. ആ ഒരു വാസലിൻ കൊണ്ട് നമുക്ക് ഇതും പരീക്ഷിക്കാവുന്നതാണ്. ഈ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയ ടൈമിലേക്കാരം അവിടെ നിന്നേക്കാരം പിന്നെ അവരുടെ കൂട്ടാൻ പാത്രം ഒന്നും തുറക്കാൻ കഴിയാതെ വരിക. നല്ല ടൈറ്റായി കിടക്കുന്നത് പോലത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ലൂസായിട്ട് എളുപ്പത്തിൽ തുറക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. വാസലിൻ എടുത്ത് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുക. അത് പിന്നെ എത്ര അടച്ചു കഴിഞ്ഞാലും നല്ല മുറുകി കിടക്കില്ല, ലൂസായി പെട്ടെന്ന് തന്നെ കിട്ടും. സിമ്പിളാണ്. അടുത്തത് ഈ ഒരു ടിപ്പ്, നമ്മൾ ഇതുപോലത്തെ ബ്രഷൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല എണ്ണമഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലിക്വിഡ് കുറച്ച് ഒഴിച്ചതിന് ശേഷം അതിൽ മുക്കി വെക്കുക ഒരു ബ്രഷ്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് പിന്നെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക ബ്രഷ് കൊണ്ട്. നല്ലതുപോലെ ക്ലീനായിട്ട് അതിലത്തെ എണ്ണമുഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. നന്നായിട്ട് വൃത്തിയായി കിട്ടും നമുക്ക്. നമ്മളൊരു വീക്ക്ലി ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും.